Namaskaram, Chelsea fans, football fans. Welcome back to Chelsea Karan channel. Cole Palmer is the young player of the season. And to be honest, there is absolutely no surprise. Absolutely no surprise. Surprise ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ഫോർഡന് പ്ലെയർ ഓഫ് ദ സീസൺ കൊടുത്തതിലായിരിക്കും. ഫിൽ ഫോർഡന് കൊടുത്തതിനല്ല, ഡെഫിനറ്റ്ലി ഒരു പക്ഷേ റോഡ്രിയുടെ പേര് നമുക്ക് പറയണേ കേൾക്കാം. മേ ബി കോൾ പാൽമർ ഡെഫിനറ്റ്ലി സ്റ്റുഡ് എ ചാൻസ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഓൾസോ ഹാഡ് ഡെക്ലൻ റൈസ് ഫ്രം ആർസണൽ എക്സെട്ര എക്സെട്ര എക്സെട്ര. ബട്ട് യങ് പ്ലെയർ ഓഫ് ദ സീസൺ ഫോർ കോൾ പാൽമർ. Absolutely no doubt. What a fantastic signing he has turned out to be for Chelsea. നമുക്ക് സംസാരിക്കാനായിട്ട് കോൾ പാൽമറിന്റെ മിറ്റിയോറിക് റൈസ് ഇതേ ഫോം തന്നെ അടുത്ത സീസണിലേക്ക് വെക്കാൻ പറ്റുമോ, എന്തായിരിക്കും നമ്മൾ അടുത്ത സീസണിലെ നമ്പേഴ്സ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു ചെറിയൊരു ചർച്ച ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാം. കോൾ പാൽമറിന്റെ മെറ്റിയോറിക് റൈസ് ഹാസ് ബീൻ ബ്രില്യന്റ്. ഇൻഫാക്ട് ഞാൻ പല പോഡ്കാസ്റ്റുകളിലും കേട്ടത് ചെൽസി കോൾ പാൽമറിനെ സൈൻ ചെയ്തത് ഈ സീസണിൽ ഒരു റെഗുലർ സ്റ്റാർട്ടർ ആയിട്ടില്ല. ദേ ബോട്ടം ദേ സെഡ് യു നോ വാട്ട്, നമുക്ക് പതുക്കെ ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ട് വളരെ ചെറുപ്പമാണ്, അധികമായിട്ട് സീനിയർ ഗെയിംസിൽ കളിച്ചിട്ടില്ല. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അടുത്ത സീസൺ ആകുമ്പോൾ നമുക്ക് റെഗുലർ ഗെയിം ടൈം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്ലെയർ ഇംപ്രൂവ് ആവും, പ്ലെയറിന് ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ സൈൻ ചെയ്തത്. ഇവൻ ഇങ്ങനെ പെർഫോം ചെയ്യും ആദ്യത്തെ സീസണിൽ എന്നുള്ളത് ഒരു പക്ഷേ കോൾ പാൽമർ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഹി വാസ് കംപ്ലീറ്റ്ലി അൺലീഷ്ഡ് ആൻഡ് ക്യാരിയിങ് എൻറ്റയർ ചെൽസി ഫുട്ബോൾ ക്ലബ് ഫോർ ദിസ് സീസൺ ഒറ്റയ്ക്ക് കോൾ പാൽമർ. ഇൻഫാക്ട് കോൾ പാൽമർ ജോയിൻ ചെയ്ത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നീട് കളി തുടങ്ങിയതിന് ശേഷം ഹി ഹാസ് ബീൻ പ്ലേയിങ് 90 minutes ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആൻഡ് ദാറ്റ് ടു ഫുള്ളി അവൈലബിൾ. എനിക്ക് തോന്നുന്നു സിക്നസിന്റെ പേരിൽ മാത്രം എഗൻസ്റ്റ് ആർസണൽ ഹി വാസ് നോട്ട് അവൈലബിൾ. അത് നമ്മൾ 5-0 മനോഹരമായിട്ട് തൂക്കുകയും ചെയ്തു. സോ ദാറ്റ് കൺസിസ്റ്റൻസി ഇൻ അവൈലബിലിറ്റി, കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ് ആൻഡ് ടിപ്പിക്കലി വെൻ യു ഒരു യങ്സ്റ്ററിനെ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ, ഒരു യങ്സ്റ്റർ പ്ലേ ചെയ്യുമ്പോൾ ഒരു എറേഴ്സ് ഉണ്ടാക്കാനൊരു ചാൻസ് ഉണ്ട്, ഇൻകൺസിസ്റ്റൻസി പ്രതീക്ഷിക്കാം, ഡൗട്ട്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് കാണാം. ഉദാഹരണത്തിൽ വി സി നോണി മാഡുവക്കെ, ജാക്സൺ ഡൂയിങ് ഇറ്റ്. പക്ഷെ കോൾ പാൽമർ നത്തിങ് ഡൂയിങ്. ചില സമയത്ത് ചെറിയ സെൽഫിഷ്നെസ് ഉണ്ട്, പക്ഷെ യു ക്യാൻ എക്സ്ക്യൂസ് ദോസ് സെൽഫിഷ്നെസ്. കാരണം ഇത്രയും ഗോളുകൾ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്ലെയറിനും ഇത്രയും അസിസ്റ്റ് നൽകി കഴിഞ്ഞ ഒരു പ്ലെയറിനും കുറച്ച് സെൽഫിഷ് ഒക്കെ ആവണയിൽ തെറ്റൊന്നുമില്ല. അവസരങ്ങൾ ഉണ്ടായിരുന്നു ചില പ്ലെയേഴ്സിനെ ലേ ഓഫ് ചെയ്യാൻ. പക്ഷെ ജസ്റ്റ് ഇമാജിൻ, ഇവിടെ നിന്ന് സീലിംഗിന് മുന്നോട്ട് പോകാനേ ഉള്ളൂ. ഒരു സീസൺ കംപ്ലീറ്റ്ലി ഫസ്റ്റ് സീസൺ സീനിയർ ടീമിൽ ഒരു എക്സ്പീരിയൻസ് ആയി. ഇനി അടുത്ത സീസൺ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെയാണ് എനിക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഇടാനായിട്ടൊരു ആഗ്രഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഗൈ ഹാസ് ഗോട്ട് ഇമ്മൻസ് സ്കിൽ ആൻഡ് ഇമ്മൻസ് ടാലന്റ്. അടിപൊളി IQ ആണ്, നല്ല ഫുട്ബോളിംഗ് ബ്രെയിൻ ആണ്, പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാൻ അറിയാം, ആൾക്കാരെ വട്ടം കറക്കിക്കാൻ അറിയാം. ഹി ഹാസ് ഗോട്ട് എ ബ്രില്യന്റ് ഒരു കെവിൻ ഡിബ്രോയിനസ്ക്, സെസ് ഫാബ്രിഗസ് ഐ ഫോർ എ പാസ്, എബിലിറ്റി ടു ഗിവ് ദാറ്റ് വെയിറ്റഡ് പാസ്. ആ മുഡ്രിക്കിന് കൊടുത്ത ആ പാസിന്റെ വെയിറ്റേജ് വാസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. ഇൻഫാക്ട് ജാക്സനൊക്കെ 1-2 തവണ കൊടുത്തതും വാസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. സോ ആ സ്കിൽ സെറ്റ് അടുത്ത സീസണിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതേ നമ്പേഴ്സ് കോൾ പാൽമറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേഴ്സ് വിൽ സ്റ്റാർട്ട് കോൺട്രിബ്യൂട്ടിംഗ്. എൻകുങ്കു ടീമിലേക്ക് റെഗുലർലി ഗെയിം ടൈം കളിക്കാൻ വരുന്നു. ഇനിയിപ്പോ വി ഹാവ് അസ്യൂമിങ് എ സ്ട്രൈക്കർ, ജാക്സൺ ആയാലും ആരായാലും. സോ ദാറ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് കുറച്ച് ഷിഫ്റ്റ് ആവും. ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ്, എനിക്ക് തോന്നുന്നു കോൾ പാൽമർ വിൽ സ്റ്റിൽ കണ്ടിന്യൂ. എനിക്ക് തോന്നുന്നു ഒരു 12+ ഗോൾസ്, ഒരു 15 ഗോൾ പ്ലസ് സീസൺ, അല്ലെങ്കിൽ ഒരു 12+ ഗോൾ സീസൺ ഇഫ് ഈസ് അവൈലബിൾ ഫോർ ഓൾ മാച്ചസ് ഇൻ പ്രീമിയർ ലീഗ് വിൽ കണ്ടിന്യൂ ടു ഗിവ്. ഇംപ്രൂവ്മെന്റ് വരാൻ പോകുന്ന അസിസ്റ്റിലായിരിക്കും. കാരണം when the team around you builds up, സ്വാഭാവികമായിട്ടും യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ പൊസിഷൻ വെർ യു ക്യാൻ ഗിവ് എ ലോട്ട് ഓഫ് അസിസ്റ്റ്. അപ്പൊ അസിസ്റ്റ് കോൺട്രിബ്യൂഷനും സ്വാഭാവികമായിട്ടും ഇംപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓവറോൾ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇംപ്രൂവ് ആവുമായിരിക്കാം. പക്ഷെ ഗോൾസ് അലോണില് ചെറിയൊരു ഡിപ്പ് ഉണ്ടാവാം. ആൻഡ് ദാറ്റ് ബിക്കംസ് എന്താ പറയുക, ഒരു കറക്ഷൻ പോയിന്റ്. വെൻ ദ ടീം അറൌണ്ട് യു, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൻ ബിൽഡിംഗ് അപ്പ്, സ്വാഭാവികമായിട്ട് ഒരു കറക്ഷൻ ഉണ്ടാവും. പക്ഷെ അത് എല്ലാവരും മുൻകൂട്ടി കണ്ടു കോൾ പാൽമർ ഫ്ലോപ്പായി അല്ലെങ്കിൽ അടുത്ത സീസണിൽ പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥം ഉണ്ടാവില്ല. ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അതേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കതിൽ ആ ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി കാണാൻ പറ്റും. അപ്പൊ അടുത്തൊരു 2 സീസണിൽ വിൽ സീ ദാറ്റ് കൺസിസ്റ്റൻസി കമ്മിങ് ഇൻ ഫ്രം കോൾ പാൽമർ. അതിലെനിക്ക് യാതൊരു സംശയമില്ല. കാരണം ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. ആ മെന്റാലിറ്റി ഉള്ളത് തന്നെ കൊണ്ട് തന്നെ ആ ചെക്കൻ അടുത്ത സീസണും ഇതേ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് നടക്കട്ടെ. എന്നാലും ഫാന്റാസ്റ്റിക് സീസൺ ഫോർ കോൾ പാൽമർ, യങ് പ്ലെയർ ഓഫ് ദ സീസൺ, ഗ്രേറ്റ് അച്ചീവ്മെന്റ്. താങ്ക് യു സോ മച്ച് കോൾ പാൽമർ. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം Chelsea Karan.